ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له حسنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وجعلنا بالإسلام خير أمة يخرجت للناس نأمرون بالمعروف وننهى عن المنكر ونؤمن بالله وأشهد أن أسوتنا وإمامنا ومعلمنا وقائدنا وحبيبنا محمدا صلى الله عليه وسلم حسنا بخير كتاب أنزل وأكرمنا بخير نبي أرسل أما بعد اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وخير الأمور عوازمها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وحاجه قوم قال تحاجوني في الله وقد هدان ولا أخاف ما تشرك به إلا أن يشاء ربي شيئا وسع ربي كل شيء علم أفلا تتذكرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. എത്രയും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ സർവ്വമേഖലയിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും പുറത്ത് നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പകർത്താനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരിക്കൽ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അദ്ദേഹം മക്കയിൽ പോയി തിരിച്ചു വരുന്ന വഴിയിൽ മദീനയിൽ അദ്ദേഹം കുറച്ച് താമസിക്കുന്നുണ്ട്. മദീനയിൽ വെച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിലെ കണ്ട ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെയും എല്ലാം കണ്ട അബൂ ഹാസിം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അദ്ദേഹം കേട്ടു. എല്ലാവരും പറഞ്ഞു അബൂ ഹാസിം സ്വഹാബത്തിനെ കണ്ട വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹം സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അബൂ ഹാസിമിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അബൂ ഹാസിമിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മദീനയിൽ വന്നപ്പോൾ, അദ്ദേഹം ഭരണാധികാരിയാണ്, ഞാൻ മദീനയിൽ വന്നപ്പോൾ പല പ്രമുഖരും എന്നെ കാണാൻ വേണ്ടി വന്നു, പക്ഷെ താങ്കളെ ഞാൻ അവിടെ കണ്ടില്ല, എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, താങ്കളെ ഞാൻ ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്, പിന്നെ എന്തിനാണ് നമുക്കിടയിൽ വെറുപ്പ്, ഞാൻ അതുകൊണ്ടല്ല വരാതിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് സ്വഹാബത്തിനെ കണ്ട, ഒരു താബഈയെ കണ്ട സന്തോഷത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ വളരെ മർമ്മപ്രധാനമായ, വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യം,
അദ്ദേഹം ചോദിച്ചത്, എന്താണ് നമ്മളെല്ലാവരും മരണത്തെ വെറുക്കുന്നത്? ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ അബൂ ഹാസിം അദ്ദേഹത്തിന് നൽകിയ മറുപടി, അതിന്റെ കാരണം നിങ്ങൾ പരലോകത്തെ അവഗണിക്കുകയും ഇഹലോകത്തെ മുറുകെ പിടിക്കുകയും ചെയ്തതാണ് അതിന്റെ കാരണം. ഇഹലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ പരലോകത്തെ മറന്നു എന്നതാണ് മരണത്തെ മറക്കുന്നതിന്, അല്ലെങ്കിൽ മരണത്തെ വെറുക്കുന്നതിനുള്ള കാരണമായി കൊണ്ട് അദ്ദേഹം പറയുന്നത്. ഈ ഒരു ചോദ്യവും ഈ ഒരു ഉത്തരവും വളരെ പ്രധാനപ്പെട്ട, വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം. എന്തുകൊണ്ടായിരിക്കും നാം എല്ലാവരും മരണത്തെ ഭയപ്പെടുന്നത്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ അവസാനമല്ല മരണം, ജീവിതത്തിന്റെ തുടക്കമാണ് മരണമെന്ന് അള്ളാഹും റസൂലും പഠിപ്പിക്കുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ആ മരണത്തെ ഭയപ്പെടുന്നത്? യഥാർത്ഥത്തിൽ ഫോബിയകൾ, പലതരത്തിലുള്ള ഫോബിയകൾ ഉണ്ടാകും അല്ലെ? പലർക്കും പല രീതിയിലുള്ള, ചിലർക്ക് ഹൈറ്റ് പേടിയായിരിക്കും, ചിലർക്ക് ചില ജീവികളെ പേടിയായിരിക്കും, ചിലർക്ക് ചില കാര്യങ്ങളോടൊരു ഭയം ഉണ്ടാകും. ഈ ഭയങ്ങളുടെ എല്ലാത്തിന്റെയും പിന്നിലുള്ള റീസൺ, അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അത് മരിക്കാനുള്ള പേടിയാണ്. ഫോബിയകളുടെ മെയിൻ ഫോബിയ അത് മരണഭയമാണ്. പലപ്പോഴും ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിറ്റുകൊണ്ടിരിക്കുന്ന, ഏറ്റവും അധികം സെല്ല് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ആൻസറേ ഉള്ളൂ, അത് ഭയമാണ്. മനുഷ്യരെ ചില വസ്തുക്കൾ കാണിച്ച്, ചില പ്രൊഡക്റ്റ് കാണിച്ച് മനുഷ്യന് കാണിച്ചു കൊടുക്കുകയാണ്, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടണ്ട എങ്കിൽ, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് അവനെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ചില പ്രൊഡക്റ്റ് അവനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ചില അധികാരി വർഗങ്ങള് നിങ്ങൾ ജീവിക്കാൻ യോഗ്യരല്ല, നിങ്ങളെല്ലാം മരിക്കേണ്ടവരാണ് എന്ന് പറഞ്ഞ് അവർ മനുഷ്യരെ കൊന്നുകൊണ്ട് മറ്റുള്ളവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭയം മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിവിട്ടുകൊണ്ട് ലോകക്രമം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നിലപാട് എന്തായിരിക്കണം? അവൻ എങ്ങനെയായിരിക്കണം അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ നിന്ന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവേ, ഈ നാടിനെ നീ നിർഭയത്വമുള്ള, സമാധാനത്തോടും ശാന്തിയോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാക്കി മാറ്റണമേ എന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന നമ്മെ ഉണർത്തുന്നത് നിർഭയത്വത്തോടും ശാന്തിയോടും കൂടി ജീവിക്കേണ്ട ആളുകളാണ് വിശ്വാസികൾ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ ആളുകളെ പരിചയപ്പെടുത്തുന്നത്, സത്യവിശ്വാസികളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു പദം പ്രയോഗിച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു വിഭാഗക്കാരെ, വേദക്കാരെയും മുശ്രിക്കീങ്ങളെയും എല്ലാം പരിശുദ്ധ ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്നത് യാ അഹ്ലൽ കിതാബ്, അല്ലെങ്കിൽ യാ മുശ്രികൂൻ, അല്ലയോ സത്യനിഷേധികളെ, അല്ലെങ്കിൽ വേദക്കാരെ എന്നെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. പക്ഷെ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹൽ മുഅ്മിനൂൻ. നമ്മളെപ്പോഴും മുഅ്മിനീൻ എന്നതിന് സത്യവിശ്വാസി എന്ന് മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ നൽകും. യഥാർത്ഥത്തിൽ അംന് എന്ന പദത്തിൽ നിന്നാണ് മുഅ്മിൻ എന്ന പദം ഉണ്ടാകുന്നത്. അംന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം നിർഭയത്വം എന്നാണ്. വിശ്വസിക്കുക എന്നതിന് അറബിയിൽ പറയാ ഇഅ്തഖദ എന്നാണ്. അഖീദ, വിശ്വാസം. അപ്പോൾ യാ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ നിർഭയരായി ജീവിക്കേണ്ടവരെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അഭിസംബോധന ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന്റെ ഈ വിശ്വാസത്തിൽ
മറ്റു പലതും കൂട്ടിച്ചേർത്തിട്ടില്ല എങ്കിൽ, അധാർമികമായ മറ്റു പലതും നിങ്ങൾ കൂട്ടിച്ചേർത്തിട്ടില്ല എങ്കിൽ, ഉലൈക ലഹുമുൽ അംൻ, അവനാണ് നിർഭയത്വമുള്ളവൻ, അവനാണ് ഭയപ്പെടാതെ ആരെയും പേടിക്കാതെ ജീവിക്കേണ്ടവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വഹും മുഹ്തദൂൻ, അവനാണ് എന്റെ ഹിദായത്ത് കിട്ടിയവൻ, അവനാണ് എന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചവനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ഈ ഒരു ആയത്ത് കേൾക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, അള്ളാഹു പറഞ്ഞ ഈ നിർഭയത്വം ലഭിച്ച ആളാണോ ഞാൻ എന്ന് പറയുന്ന വ്യക്തി? അള്ളാഹു ഇങ്ങനെ നിർഭയമുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ ആ നിർഭയത്വം എനിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. പരിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ കഥകളും സംഭവങ്ങളും വിവരിക്കുന്നത് ആ പ്രവാചകന്മാർ ജീവിച്ചത് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ആരെയും ഭയപ്പെടാതെ, ആരെയും പേടിക്കാതെ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിർഭയരായി ഈ ഭൂമിയിൽ ജീവിച്ച് മരണപ്പെട്ടവരാണ് പ്രവാചകന്മാരെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് തന്നെ, സ്വന്തം അഹ്ലുകാര് തന്നെ അദ്ദേഹത്തിന്റെ കൈകാലുകൾ കിട്ടി അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി തയ്യാറാകുന്ന, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. വഹാജ ഖൗമുഹു, ഇബ്രാഹിം നബിയുടെ ഖൗമ് ഇബ്രാഹിം നബിയോട് തർക്കിച്ചു. അതുഹാജൂനി ഫില്ലാഹി വഖദ് ഹദാനി, ഇബ്രാഹിം നബി ആ സമൂഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് എന്നോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? എനിക്ക് കിട്ടിയ ഹിദായത്തിനെ കുറിച്ചാണോ നിങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നത്? വലാ അഖാഫു മാ തുശ്രികൂൻ, നിങ്ങൾ ഈ ശിർക്ക് ചെയ്യുന്ന, നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങളൊന്നും കണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ. വലാ അഖാഫു മാ തുശ്രികൂന ബിഹി, നീ എന്ത് തന്നെ ഇവിടെ കാണിച്ചാലും, കൈയെല്ലാം ബന്ധിക്കപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് പറയുന്നത്, നിങ്ങൾ ഈ കാണിക്കുന്ന സാധനങ്ങളൊന്നും കണ്ട് ഭയപ്പെടുന്നവനല്ല ഞാൻ. തീർച്ചയായും എല്ലാത്തിനും എല്ലാം അറിയുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനുമായ എന്റെ റബ്ബിനെ കുറിച്ച് മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ. റബ്ബി കുല്ലി ഷൈഇൻ ഇൽമ അഫലാ തതദക്കറൂൻ, നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ എന്താ അത് മനസ്സിലാക്കുന്നില്ലേ? നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടാൻ പറയുന്നത്? നിങ്ങൾ എന്തിനെയാണ് എന്നോട് ഭയപ്പെടാൻ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളിങ്ങനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വസ്തുക്കളെ കാണിച്ചുകൊണ്ടാണോ നിങ്ങൾ എന്നോട് ഭയപ്പെടാൻ പറയുന്നത്? വലാ തഖാഫൂനി അൻ അശ്റക്തും, ഒരിക്കലും നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന, നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെയും ഞാൻ ഭയപ്പെടുകയില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് അത് അല്ലാഹുവെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഫഅയ്യുൽ ഫിർഖൈനി അഹഖു ബിൽ അംൻ ഇൻ കുൻതും തഅലമൂൻ, അങ്ങനെയാണ് എങ്കിൽ നമ്മളിൽ യഥാർത്ഥത്തിൽ ഭയപ്പാടോടുകൂടി ജീവിക്കേണ്ടവർ ആരാണ് എന്ന് ഇബ്രാഹിം നബി തിരിച്ച സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംവിധാനിച്ച് നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് മാത്രമേ ഞാൻ ഭയപ്പെടുകയുള്ളൂ, മറ്റൊന്നിനെയും ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചുകൊണ്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം, ഇതിലിനി ആരാണ് ഭയപ്പെടേണ്ടത്? ഞാനാണോ ഭയപ്പെടേണ്ടത് അതോ നിങ്ങളാണോ ഭയപ്പെടേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അവൻ ഭയപ്പെടേണ്ടത് അവന്റെ റബ്ബിനെ മാത്രമാണ്. അള്ളാഹുവിനെ മാത്രം അവൻ ഭയപ്പെട്ടാൽ മതി, മറ്റൊന്നിനെയും അവൻ ഭയപ്പെടേണ്ടതില്ല. അള്ളാഹു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട്, മൻ ഖാഫല്ലാഹു അഖാഫല്ലാഹു മിൻ കുല്ലി ഷൈ, ആരെങ്കിലും അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവന് ചുറ്റിലുമുള്ള സകലതും അവനെ ഭയപ്പെടും. അള്ളാഹിനെ ഭയപ്പെടുന്നവനെ
മറ്റുള്ളവർ ഭയപ്പെടും. അവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല എങ്കിൽ അവന് ചുറ്റുമുള്ളതിനെ എല്ലാത്തിനെയും അവൻ ഭയപ്പെടും. എന്നാലോചിക്കുക, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വർത്തമാനം എത്ര കൃത്യമാണ്. അള്ളാഹിനെ പേടിക്കുന്നവന് അവനെ ചുറ്റുമുള്ളവർ അവനാണ് ഭയപ്പെടാം, അവനക്കൊന്നിനും പേടി ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിനെ ഭയപ്പെടാത്തവന് അവൻ ഈ ഭൂമിയിലുള്ള സകലതിനോടും പേടിയായിരിക്കും, എല്ലാത്തിനോടും പേടിയായിരിക്കും. ഒരു ന്യൂസ് കാണുമ്പോഴത്തേനും അവന്റെ പേടി തുടങ്ങും. ഇനി അടുത്തത് എന്താകും, ഇനി എന്താകും എന്റെ അവസ്ഥ, ഞാനിനി ഈ രാജ്യത്ത് എങ്ങനെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞ് അവന്റെ ഉള്ളിലേക്ക് അവന്റെ ഭയം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനോ വലാ ഖൗഫുൻ അലൈഹിം ഷൈഅ, അവനൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവനൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അല്ലാമ ഇഖ്ബാലിന്റെ ഒരു കവിതയുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയാണ് എങ്കിൽ മറ്റേ 1000 അടിമകൾക്ക് സുജൂദ് ചെയ്യുന്നതിനേക്കാൾ ഉത്തമം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നതാണ് എന്നാണ്. അത് പറയുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്നവന് മറ്റു ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് പറയുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ ഈ ഭയപ്പെടുന്ന ആവലാതി പൂണ്ട് ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ല, എല്ലാത്തിനെയും കുറിച്ച് ബേജാറായി ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് പറയുന്നത് ഷെയ്ത്താന്റെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരിക്കും. ഷെയ്ത്താൻ പറയും, ഇനി നടക്കാൻ പോകുന്നത് ഇതായിരിക്കും, നീ പേടിക്കണം, നിന്റെ സമ്പത്ത് നീ ഇനി സദഖ കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ സമ്പത്ത് കുറയും, അതുകൊണ്ട് നീ സദഖ കൊടുക്കണ്ട. നിന്നെ ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാല് നീ നിന്റെ ആരോഗ്യവും സമയവും ഒക്കെ ആ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിക്കണം, നീ അതുകൊണ്ട് പോകണ്ട. നീ ഏതെങ്കിലും ഖുർആൻ ക്ലാസ്സിലേക്കോ മറ്റു സംവിധാനങ്ങളിലേക്കോ വന്നു കഴിഞ്ഞാല് നീ അവിടെ ഇരുന്ന് കുറെ നേരം ക്ലാസ് കേൾക്കണം, നിന്റെ പൈസ എടുത്ത് അതിന് കൊടുക്കണം, ഇങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ആ നഷ്ടങ്ങളെയൊക്കെ ഓർത്ത് പേടിച്ചുകൊണ്ട് നീ ഒന്നിലും പോകണ്ട, നീ അവിടെ തന്നെ ഇരുന്നാൽ മതി, നീ എവിടെയും പോകണ്ട. നിന്റെ ആരോഗ്യം ക്ഷയിക്കും, നിന്റെ സമ്പത്ത് ക്ഷയിക്കും, നിന്റെ എല്ലാം ക്ഷയിക്കും എന്ന് പറഞ്ഞ് ശൈത്താൻ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണത്, അങ്ങനെ പേടിക്കുന്നവര് അള്ളാന്റെ ആളുകളല്ല, ശൈത്താന്റെ ആളുകളാണ്. അങ്ങനെ ഭയപ്പെടുന്നവർ അള്ളാഹുവിന്റെ അഹ്ലുകാരല്ല, അത് ശൈത്താന്റെ അഹ്ലുകാരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വലാ തഖാഫൂഹു വഖാഫൂനി, നിങ്ങൾ പേടിക്കേണ്ടത് ഇതൊന്നുമല്ല, എന്നെയാണ്. അള്ളാഹു പറയാണ്, അള്ളാഹുവിനെയാണ് നിങ്ങൾ ഭയപ്പെടേണ്ടത്, ഈ ശൈത്താൻ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിനെയുമല്ല എന്ന്. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ നിർഭയരാണ് എങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ഭയം അത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. നമ്മൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് മറ്റൊന്നിനെയും പേടിക്കാതെ ജീവിക്കാൻ സാധിച്ചാൽ എന്തായിരിക്കും നമുക്ക് അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം? പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം വിവരിക്കുന്ന സന്ദർഭത്തില് ബനൂ ഇസ്രായേൽ സമുദായത്തെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനിന്റെ ആ ശിക്ഷയിൽ നിന്ന്, ഫിർഔനിന്റെ പീഡനത്തിൽ നിന്ന് അവരെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സന്ദർഭം, ഫലമ്മാ തറാ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. മൂസാ നബിയുടെ ആളുകൾ പറയാണ്, അവര് കണ്ട് മുമ്പിലിനി കടലും ബാക്കിലിതാ ഫിർഔനും വരുന്നു. ഇന്നാ ലമുദ്റകൂൻ, അല്ലയോ മൂസ, നമ്മൾ നശിച്ചു, ഒന്നല്ലെങ്കിൽ ഈ വെള്ളത്തിലേക്ക് മുങ്ങിച്ചാവേണ്ടി വരും, അതല്ല എങ്കിൽ ഫിർഔൻ നമ്മളെ വകവരുത്തും, ഫിർഔൻ നമ്മളെ കൊല്ലും, നമ്മൾ നശിച്ചു എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കാം. ആ ഒരു സന്ദർഭം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. മുമ്പിൽ കടലും ബാക്കിൽ ഫിർഔനും വരുമ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയാത്ത ഒരു ഘട്ടത്തിൽ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയോട് പറഞ്ഞ വർത്തമാനം, ഖാല ഖല്ല, നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനമല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, അതിനാൽ ഇതിനെയും ഞാൻ അതിജയിക്കും, അതിനാൽ ഈ കടലിനെയും ഈ ഫിർഔനിനെയും
അതിൽ നിന്ന് എന്റെ റബ്ബ് എന്നെ രക്ഷിക്കുമെന്ന ആ ഉറച്ച വിശ്വാസത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. ഇതുപോലെ സംസാരിക്കാൻ വിശ്വാസി സമൂഹത്തിന് കഴിയണം. ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത്. അള്ളാഹുവിന്റെ ഈ ഹുദയിൽ, അള്ളാഹുവിന്റെ ഈ മാർഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അവൻക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല, അവൻക്കൊന്നും ദുഃഖിക്കാനുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അല്ലദീന ഖാല ലഹും നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും വഖ്ശൗഹു. ആളുകളൊക്കെ ഇങ്ങനെ അവരുടെ എല്ലാ പടക്കോപ്പുകളും എല്ലാ സൈനിക വ്യൂഹങ്ങളും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരിങ്ങനെ വിളംബരം ചെയ്യുന്നുണ്ട്, ഞങ്ങളെ പേടിക്ക്. അല്ലെ, ഇങ്ങനെ കുറച്ച് ആൾക്കൂട്ടത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അവരിങ്ങനെ പറയും പേടിക്ക് പേടിക്ക്, ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചാളുകളെ ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ പറയാണ്, അവരവരുടെ പടക്കോപ്പുകൾ അവരുടെ സൈന്യത്തെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ പറയും ഫഖ്ശൗഹും, അവരെ പേടിക്കുമെന്ന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫസാദഹും ഈമാന, പക്ഷെ ആ വിശ്വാസികളുടെ ഈമാൻ, അവിടെ വിശ്വാസികളുടെ ഈമാൻ കൂടും. വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, അങ്ങനെ അവർ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് അല്ലാഹുവിൽ സകലതും സമർപ്പിച്ചുകൊണ്ട് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് ഇതുപോലെ പലതും കാണിച്ച് നമ്മളെ പേടിപ്പിക്കുമ്പോൾ അങ്ങനെ പേടിച്ച് പിന്നോട്ട് മാറേണ്ട ഉമ്മത്തല്ല നമ്മൾ. അവർ പേടിപ്പിക്കുമ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി ഉറച്ച ബോധ്യത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കണം, ഇന്ന മഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. പരിശുദ്ധ ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം പറയുന്നിടത്ത് അവർ ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയാകുമ്പോഴും അവർ നടത്തിയിരുന്ന പ്രഖ്യാപനം അവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സ്ത്രീ വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ, വിശ്വാസികൾക്ക് ഉപമയായിക്കൊണ്ട് അവർ പിൻപറ്റാൻ മാതൃകയായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉദാഹരിച്ച് പറഞ്ഞ ഒരു സ്ത്രീ, അത് മറ്റാരുമല്ല ഫിർഔനിന്റെ ഭാര്യ ആസിയ ബീവിയാണ്. എന്തായിരുന്നു ആസിയ ബീവിയുടെ പ്രത്യേകത? ആ ആസിയ ബീവി ജീവിക്കുന്നത് ലോകം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ ഒരു അധികാരിയുടെ ഭാര്യയായിക്കൊണ്ടാണ്. ഒരു പവർഫുൾ റൂളർ ആയിരുന്നു ഫിർഔൻ. ഫിർഔനിന്റെ ഭാര്യയായിക്കൊണ്ട് എല്ലാ സുഖവും സൗകര്യവും ആസ്വദിച്ചുകൊണ്ടാണ് ആസിയ ബീവി കൊട്ടാരത്തിൽ ജീവിക്കുന്നത്. അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഈ ദിവ്യ സന്ദേശവുമായി എത്തിക്കൊണ്ട് ഈ ദീനിനെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ ആ അധികാരവും സുഖവും സൗകര്യവും സമ്പത്തും ഒന്നുമല്ല എനിക്ക് പ്രധാനം. ആമൻതു ബിറബ്ബി മൂസ, ഞാനിതാ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ആസിയ ബീവി അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് കേട്ട ഫിറൗനാകെ പേടിച്ചുപോയി. സ്വന്തം ഭാര്യയാണ് ഇവിടെ മൂസയെ എങ്ങനെയെങ്കിലും എതിർത്തില്ലാതാക്കാൻ നോക്കുമ്പോൾ ഇതാ സ്വന്തം ഭാര്യ വരെ വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ഫിറഔൻ സ്വന്തം ഭാര്യയെ തന്റെ ഭടന്മാരെ ഉപയോഗിച്ച് പിടിച്ചു കെട്ടി മരുഭൂമിയിൽ 3 ദിവസം ഇടുന്നുണ്ട്. വെള്ളവും ഭക്ഷണവും ഒന്നും നൽകാതെ 3 ദിവസം സ്വന്തം ഭാര്യയെ ആ മരുഭൂമിയിൽ ഇട്ടപ്പോൾ 3 ദിവസം കഴിഞ്ഞ് ഫിറഔൻ വീണ്ടും വരുന്നുണ്ട്. എന്താണ് നിന്റെ നിലപാട്? ഇനി നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആമൻതു ബിറബ്ബി മൂസ, ആസിയ ബീവി പുഞ്ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അല്ലാഹുവിലാണ് വിശ്വസിക്കുന്നത് എന്ന്. ആ ആസിയ ബീവിയോടെ ധൈര്യപൂർവ്വം നിന്ന് ആരാന്നാലോചിക്കണം, ഏറ്റവും വലിയ അക്രമിയായിട്ടുള്ള ഭരണാധികാരിയാണ്, ആളുകളൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കെ. അതിന്റെ ഇടയിൽ നിന്നാണ് പറയുന്നത്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. മലായിക്കത്തുകൾ, അതിന്റെ തഫ്സീറിൽ പറയുന്നത് മലായിക്കത്തുകൾ ആസിയ ബീവിക്ക് വേണ്ടി ചിറകുകൾ വിരിച്ചു എന്നാണ്. ആസിയ ബീവി അള്ളാഹുവോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബി ബിൻലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിൻ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ, എനിക്ക് നിന്റെ സ്വർഗത്തിൽ നിന്റെ അടുത്ത്, അല്ലാഹുവേ നിന്റെ അടുത്ത് എനിക്കൊരു ഭവനം പണിതു തരണമേ എന്ന്
ആസിയ ബീവി അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അത് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഫിർഔൻ പറഞ്ഞു, തന്റെ കിങ്കരന്മാരോട് പറഞ്ഞു, മുകളിൽ നിന്നൊരു പാറക്കല്ലിട്ട് ആസിയെ വധിച്ചു കളയാം. അവളുടെ ശരീരത്തിലേക്ക് ആ പാറക്കല്ല് എറിഞ്ഞുകൊണ്ട് അവളെ വധിച്ചു കളയാൻ പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു അതിന്റെ തഫ്സീറില് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് ആസിയ ബീവിക്ക് അള്ളാഹു സ്വർഗത്തിൽ പണിതു വെച്ച ആ ഭവനം കാണിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെ ആ പാറക്കല്ല് ആസിയ ബീവിയുടെ ശരീരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു തആല ആസിയ ബീവിയുടെ റൂഹിനെ പിടിച്ചു. വേദന അറിയാതെ ആ പാറക്കല്ല് ശരീരത്തിൽ വീഴുന്ന വേദന അറിയാതെയാണ് ആസിയ ബീവി മരണപ്പെട്ടത് എന്ന് മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും വേണ്ട എന്ന് വെച്ച് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു ഭവനം പണിത ഒരു സ്ത്രീയാണ് ആസിയ ബീവി എങ്കിൽ ആരെയും ഭയപ്പെടാതെ നിർഭയത്വത്തോടു കൂടി അള്ളാഹുവിന്റെ ഏകത്വത്തെ പ്രഖ്യാപിച്ച ആ ആസിയയുടെ പിന്മുറക്കാരാണ് നമ്മളെങ്കിൽ നമ്മൾക്കും അതുപോലെ ജീവിക്കാൻ കഴിയണം. നമുക്കും സമാധാനത്തോടും നിർഭയത്വത്തോടും കൂടി ജീവിക്കാൻ വേണ്ടി കഴിയണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂറത്തുൽ ബുറൂജിലെ അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവം വിശദീകരിക്കുമ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും, ഇവരിങ്ങനെ കൊന്നൊടുക്കുന്ന, ഇവരിങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന, ഇവരിങ്ങനെ ഇതെല്ലാം കാണിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആളുകളെല്ലാം നശിച്ചവരാണ് എന്ന്. ഇതിനി എന്താകുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ദാലിക ഫൗസുൽ ഖബീർ, തീർച്ചയായും അവരാണ് ഏറ്റവും വലിയ വിജയം വരിച്ചവർ, അവരാണ് ഈ ലോകത്തും പരലോകത്തും ഏറ്റവും വലിയ വിജയം വരിച്ചവരെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഹദീസുൽ ഇജാബ എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് ഉണ്ട്. അള്ളാഹിന്റെ റസൂല് അള്ളാഹുവിനോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. 3 ആവശ്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്. സഅൽതു റബ്ബി സലാസൻ, ഞാൻ 3 കാര്യം എന്റെ റബ്ബിനോട് ആവശ്യപ്പെട്ടു. ഫഅൽതാനി ഇസ്നൈൻ വമനഅനി വാഹിദ്, 2 കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് ഉത്തരമായി കൊണ്ട് നൽകി, അതിൽ ഒരെണ്ണം അള്ളാഹു ഉത്തരം നൽകിയില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഞാൻ പ്രാർത്ഥിച്ചത് എന്റെ ഉമ്മത്തിനെ നീ നശിപ്പിക്കരുത് എന്നാണ്. വിപത്തുകൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും എന്റെ ഉമ്മത്തിനെ നീ മുഴുവൻ നശിപ്പിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ റസൂല് നടത്തിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. ഒരു കാലത്തും ഒരിക്കലും ഈ വിശ്വാസി സമൂഹത്തെ, ഉമ്മത്ത് മുസ്ലിമയെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മുടെ സംരക്ഷണം അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റെടുത്തതാണ്. അള്ളാഹു റസൂലിന് വാഗ്ദാനം ചെയ്തതാണ് ഈ ഉമ്മത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ 3ാമത് നടത്തിയ അള്ളാഹു ഉത്തരം കൊടുക്കാതിരുന്ന ഒരു പ്രാർത്ഥന, അത് ഈ ഉമ്മത്തിൽ പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അവർ പരസ്പരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിന് അല്ലാഹു സുബ്ഹാനഹു തആല ഉത്തരം നൽകിയിട്ടില്ല. ഉമ്മത്ത് മുസ്ലിമ ഭയത്തോടും വ്യാകുലതയോടും കൂടി ഇന്ന് ജീവിക്കുന്നതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാരണം ഈ ഉമ്മത്ത് മുസ്ലിമയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പരസ്പരമുള്ള പ്രശ്നങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിൽ പല മുസ്ലിം ഭരണാധികാരികളും അവരുടെ ഭരണ സംവിധാനം ക്ഷയിക്കുന്നതിനുള്ള ഒരു കാരണം അത് അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമുക്കറിയാം, അബ്ബാസി ഖിലാഫത്തിന്റെ അവസാന സമയത്ത് 1216 ചാർച്ചാരികള്, മംഗോളിയക്കാര്, അവര് അബ്ബാസി ഭരണസ്ഥലത്തേക്ക് ഇടിച്ചു കയറുന്നുണ്ട്, അവരോട് അക്രമം നടത്തുന്നുണ്ട്. വളരെ ചെറിയൊരു ഗോത്രമായിരുന്നു ഈ താർത്താരികൾ. ചെങ്കിസ് ഖാന്റെയും ഹുലാഖു ഖാന്റെയും എല്ലാം ആ ഒരു ചെറിയ സൈന്യം അവരിങ്ങനെ ഇടിച്ചു കയറുമ്പോൾ അന്നത്തെ ഖലീഫയായിരുന്ന മുഅ്തസിം ബില്ല, അബ്ബാസി ഖിലാഫത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയാണ് മുഅ്തസിം ബില്ല. അദ്ദേഹം സുഖലോലുപതയിലും ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങളിലും മുഴുകി ആ വരുന്ന ശത്രു സൈന്യത്തെ നേരിടാൻ പോലും തയ്യാറാകാതെ, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇല്ലാതെയാണ് ആ മുഅ്തസിം ബില്ല ഭരണം നടത്തിയിരുന്നത്. അങ്ങനെ ഹുലാഖു ഖാന്റെ നേതൃത്വത്തിൽ ബാഗ്ദാദിലേക്ക് ആ സൈന്യം വരുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന, ചരിത്രം പറയുന്നത്, അവിടെ ഉണ്ടായിരുന്ന ഒരു മുസ്ലിമിനും
അതിനെ ഒന്ന് നേരിടാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല എന്നാണ്. താർത്താരികൾപ്പെട്ട സ്ത്രീകള് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ നിരത്തി നിർത്തി, 100 കണക്കിന് ആളുകളെ നിരത്തി നിർത്തി ഓരോരുത്തരെയും അരിഞ്ഞു വീഴ്ത്തി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ഒരു താർത്താരി ഒരു മുസ്ലിമിനെ മുന്നിൽ കണ്ടാൽ നീ അവിടെ നിൽക്ക്, ഞാൻ പോയി വാളെടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ അവിടെ നിൽക്കുമായിരുന്നു. അതിനെ ഒന്ന് പ്രതിരോധിക്കാനോ അതിനെ ഒന്ന് എതിർക്കാനോ അവർക്ക് സാധ്യമായിരുന്നില്ല. അത്രയും ഭീരുക്കളായിരുന്നു ആ സമൂഹം. അങ്ങനെ ബാഗ്ദാദിനെ നശിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുവർണമായിട്ടുള്ള, ഏറ്റവും വൈജ്ഞാനികമായിട്ട് ഉന്നതിയിൽ നിന്ന ഒരു സ്ഥലമാണ് ബാഗ്ദാദ്. ബൈത്തുൽ ഹിക്മ. 10,000-കണക്കിന് വരുന്ന ഇസ്ലാമിക വിജ്ഞാനീയങ്ങളെ ഈ താർത്താരികള് ടൈഗ്രീസ് നദിയിലേക്ക് ഒഴുക്കിക്കളയുന്നുണ്ട്. ആ ചരിത്രം പറയുന്നത് ടൈഗ്രീസ് നദി പിന്നീട് കറുത്തുപോയെന്നാണ്. ആ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരുന്ന മഷികളെല്ലാം ഇളകി ആ കറുത്തുപോയി. അതിനെപ്പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത ഭീരുക്കളായി നിന്ന ഒരു സമൂഹമായിട്ട് ചരിത്രത്തിൽ ഈ താർത്താരികളുടെ കാലഘട്ടത്തിലെ ബാഗ്ദാദിലെ മുസ്ലിങ്ങളെയും ഷാമിലെ മുസ്ലിങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അവർക്കതിന് പറ്റില്ലായിരുന്നു. മാനസികമായിട്ട് അവർക്ക് അതിനുള്ള കെൽപ്പില്ലായിരുന്നു. അവർക്കതിനുള്ള ഈമാൻ ഉണ്ടായിരുന്നില്ല. ഇമാം ഇബ്നു അസീർ റഹിമഹുല്ലാഹ് കണ്ണീരൊഴുക്കുന്ന രൂപത്തിലാണ് ആ താർത്താരികളുടെ ചരിത്രം വിശദീകരിക്കുന്നത്. അത്രയും പ്രയാസപ്പെട്ട ഈ ഉമ്മത്ത് മുസ്ലിമ ജീവിക്കുന്ന കാലഘട്ടത്തില് ഈ താർത്താരികള് അടുത്തത് നോട്ടം വെച്ചത് സ്പെയിനാണ്. സ്പെയിൻ കീഴടക്കാനായിരുന്നു അവരുടെ ശ്രമം. അതിനവർ ആദ്യം പോയത് ഈജിപ്തിലേക്കാണ്. 1258 ഈജിപ്തിലേക്ക് എത്തുകയും ഈജിപ്ത് കീഴടക്കാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി, അഥവാ ഈജിപ്ത് കീഴടക്കി അടുത്തത് സ്പെയിൻ കീഴടക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി അവർ ഈജിപ്തിലേക്ക് പോകുമ്പോൾ ഈജിപ്തിലുണ്ടായിരുന്ന 2 ഭരണാധികാരികൾ, വലിയ ഭരണാധികാരികളൊന്നല്ല, വലിയ സൈനിക ശക്തിയില്ല, വളരെ ചെറിയൊരു സംഘം. ആ സംഘം സൈഫുദ്ദീൻ ഖുദ്സ് എന്ന് പറയുന്ന ഭരണാധികാരിയും സാഹിർ ബൈറബസ് എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരിയും, ഇവര് 2 പേരും തീരുമാനിക്കുകയാണ്, താർത്താരികളെ ഞങ്ങൾ നേരിടും. ഈ വരുന്ന ശത്രു സൈന്യം എത്ര വലുതാണെങ്കിലും ഞങ്ങൾ അവരെ നേരിടാൻ തയ്യാറാണ്. അവർ പല നാട്ടുരാജ്യങ്ങളുടെയും സഹായം ചോദിച്ചു. ആരുടെയും സഹായം കിട്ടിയില്ല. അങ്ങനെ 1260 ഐൻജാലൂത്തിൽ വെച്ച് സൈഫുദ്ദീൻ ഖുദ്സിന്റെയും സാഹിർ ബൈറബസിന്റെയും നേതൃത്വത്തിൽ ഈ മുസ്ലിം ഉമ്മത്ത്, ഈ ലോകത്ത് താർത്താരികളെ കണ്ടാൽ ഓടിയിരുന്ന മനുഷ്യര് ഈ സൈഫുദ്ദീൻ ഖുദ്സിനെയും സാഹിർ ബൈറബസിനെയും കണ്ട് തിരിഞ്ഞോടിയ ചരിത്രം ഉമ്മത്ത് മുസ്ലിമക്ക് പറയാനുണ്ട്. അതായിരിക്കണം ഉമ്മത്ത് മുസ്ലിമ. വരുന്ന സൈനിക ശക്തിയെയോ വരുന്ന ആൾബലത്തെയോ ഈ കണ്ട് പേടിപ്പിക്കുന്ന ഒന്നിനെയും പേടിക്കുന്നവരല്ല ഈ ഉമ്മത്ത് മുസ്ലിമ എന്ന് ചരിത്രവും പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ നിർഭയത്വത്തോടുകൂടി, സമാധാനത്തോടുകൂടി, ശാന്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളായി അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലയുറച്ച് ജീവിച്ച് മരണപ്പെടുന്നവരാകണം നമ്മളെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത്തരത്തിൽ ജീവിതത്തെ കെട്ടിപ്പടുത്താൻ നാഥൻ സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم.